സൂപ്പർ ഹീറോകൾ അത് സിനിമകളിൽ മാത്രമല്ല കേട്ടോ, നമുക്കിടയിലുമുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ഡെലിവറി ഏജന്റിന്റെ അവസരോചിതമായ ഇടപെടൽ വഴി ഒരു യുവതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. രാത്രി ഏറെ വൈകി വന്ന ഓർഡർ, അതും എലിവിഷം. അപ്പോൾ തന്നെ ചെറിയൊരു അപകടം മണത്തിരുന്നു. നിശ്ചിത വിലാസത്തിലേക്ക് എത്തിയപ്പോൾ കൂടുതൽ പന്തികേട് തോന്നി. ഓർഡർ നൽകിയില്ല. ഒടുവിൽ യുവതിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചാണ് ഡെലിവറി ബോയ് മടങ്ങിയത്. ആ വീഡിയോ കാണാം. அதுக்கப்புறம் அவங்க கிட்ட போய் பேசினா உங்களுக்கு எந்த பிரச்சனையா இருந்தாலும் சூசைடு அந்த எடுக்காதீங்க, சூசைடுக்காண்டி தானே இதை போட்டீங்க அப்படின்னா இல்லை ப்ரோ அப்படின்னு சொன்னாங்க. இல்லை போய் பேசாதீங்க, நீங்கள் சூசைடுக்கு தான் போட்டுருக்கீங்க. எலியுடைய பிரச்சனை அப்படின்னா நீங்கள் கிட்டத்தட்ட 7 மணிக்கு போட்டுருக்கலாம், இல்லை அதுக்கு முன்னாடியே போட்டுருக்கலாம், இல்லை அடுத்த நாள் போட்டுருக்கலாம். இந்த அன்டைமில் போட வேண்டிய அவசியம் இல்லை அப்படின்னு. அதுக்கப்புறம் அவங்கள கன்வின்ஸ் பண்ணிவிட்டு இந்த ஆர்டரையும் கேன்சல் பண்ணி எடுத்துகிட்டு வந்தாங்க. இன்னைக்கு தாங்க ஓப்பனாக சொல்கிறேன், இன்னைக்கு தான் நான் எதையோ சாதித்த மாதிரி எனக்கு தோணுது. ഓർഡർ ക്യാൻസൽ ചെയ്ത് മടങ്ങിയതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് സോഷ്യൽ മീഡിയ വഴി പറയുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കിപ്പം KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അത് കൃത്യസ്ഥലത്തേക്ക് എത്തിച്ച് അപ്പോൾ തന്നെ മടങ്ങി പോരുന്നതാണ് എല്ലാവരുടെയും ചുമതല, അതാണ് അവരുടെ ഉത്തരവാദിത്വം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സഹജീവി സ്നേഹം, ഒരു മനുഷ്യത്വം അയാളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ചതും അവിടെ ചെന്ന് ആ ഒരു സ്ത്രീയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായതും എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് മടങ്ങി പോരാനുള്ളൊരു മനസ്സ് കാണിച്ചതും. അതിനാണ് ഏറ്റവും അധികം വലിയ നമ്മൾ പ്രശംസിക്കേണ്ട കാര്യം തന്നെ. കാരണം മടങ്ങി പോന്നാൽ ചിലപ്പോൾ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടുമായിരിക്കാം. അയാൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഉള്ളിലൊരു നന്മയുണ്ട്, ദൗത്യം നിറവേറ്റുക എന്നതിനപ്പുറത്തേക്ക് ഒരു ജീവൻ കാക്കാൻ കൂടിയുള്ള മനസ്സ് അയാൾക്കുണ്ട്. ഹിമ, ഈ അപരൻ്റെ സങ്കടം കാണുക, അവനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം എന്നല്ല. അതായത് ഒരാളുടെ മുഖം കണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, സങ്കടമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം ഇന്നത്തെ കാലത്ത് വളരെ ആളുകൾ കുറച്ചേ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് വലിയ പ്രശ്നമാകും എന്നുള്ള ഒരു കാര്യമൊക്കെ കൊണ്ട് ആളുകൾ പരമാവധി അതിൽ നിന്ന് അകന്നിക്കാറാണ് പതിവ്. പക്ഷേ ഈ ഡെലിവറി ഏജൻറ്റ് അങ്ങനെയല്ല ചെയ്തത്. ഈ അർദ്ധരാത്രിയാണ് ഇയാൾക്ക് ഈ ഡെലിവറി വരുന്നത്. അതും എലിവിഷമാണ്. 3 എണ്ണം, 1 അല്ല 3 എലിവിഷമാണ് ഈ യുവതി ഓർഡർ ചെയ്തത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി. ഏതായാലും ഓർഡറാണല്ലോ, തൻ്റെ ജോലിയാണ്. അയാൾ ആ ഓർഡർ കളക്ട് ചെയ്തു, പറഞ്ഞ വിലാസത്തിലേക്ക് എത്തി. കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു, ഒരു വീടിൻ്റെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ചു. വാതിൽ തുറന്നപ്പോഴാണ് ആ യുവതിയുടെ മുഖം വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു, അവർ ആകെ കരഞ്ഞ് വല്ലാതെ അവസ്ഥയിലായിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം എന്ന് ചോദിക്കുന്നു. അവരൊന്നുമില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുന്നു. പക്ഷേ അയാൾക്ക് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. അയാൾ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ചില ആളുകൾ ആ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകൾ നിരവധിയാണ് നമ്മുടെ സമൂഹത്തിൽ. ഏതായാലും ഇയാൾ അവിടെ നിന്ന് അവരെ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ഏതായാലും ആ പോരുന്നതിന് മുൻപ് ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് ആ എലിവിഷം കയ്യിൽ തിരിച്ച് കൊണ്ടുപോവുകയാണ് അയാൾ ചെയ്തത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇടപെടലിനോട് തുറന്ന് ഒരു ജീവനാണ് രക്ഷിക്കാനായത്. എല്ലാവർക്കും ഇങ്ങനെ സാധിക്കണമെന്നില്ല. നല്ല മനസ്സിൽ നന്മയുള്ള ആളുകൾക്ക് മനുഷ്യത്വം ഇപ്പോഴും ശേഷിക്കുന്ന ചില ആളുകളുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്.